അതെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലോക്കൽ സാധനമൊന്നുമല്ല കേട്ടോ. ഇതങ്ങ് ഇറ്റലിയിൽ നിന്നുള്ള സാധനമാണ്. ഇതിൻ്റെ പേര് ടസ്കൻ ചിക്കൻ എന്നാണ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ തൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, ഗാർലിക് പൗഡർ ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അതിനുശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഹീറ്റ് ചെയ്യുക. ഒലിവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ചിക്കൻ നമ്മൾ അതിലേക്ക് പാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 85% എങ്കിലും ചിക്കൻ വെന്തിരിക്കണം. നമ്മളിനി ചിക്കൻ അധികം വേവിക്കില്ല കേട്ടോ. അപ്പം ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ഹീറ്റ് ആകുമ്പോൾ അതിലേക്ക് ചോപ്ഡ് ഗാർലിക്കും പെപ്പർ ഫ്ലേക്സും ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് വേവിക്കുക. ചെറിയ തീയിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഗാർലിക്കാണ് ഇതിൻ്റെ ഏറ്റവും ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഐറ്റം. സോ അതുകൊണ്ട് കുറച്ചേറെ ഗാർലിക് എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ അത് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം ഇതിലേക്ക് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യാം. ഒരു ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഈ സമയം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഓണിയൻ പെട്ടെന്ന് വേവും. ഇനി അതിലേക്ക് അതുപോലെ തന്നെ സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽ പെപ്പർ അഥവാ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റിൽ അതിലേക്ക് മഷ്റൂമും ആഡ് ചെയ്തിട്ടുണ്ട്. മഷ്റൂം ഏറ്റവും അവസാനം ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം അതെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സൺഡ്രൈഡ് ടൊമാറ്റോസാണ്. ഇത് ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനിയും സൺഡ്രൈഡ് ടൊമാറ്റോസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ച ടൊമാറ്റോ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത് സൺഡ്രൈഡ് ടൊമാറ്റോസാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ ഒരു 3 to 5 മിനിറ്റ്സ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിക്കുക. ബാക്കി ചിക്കൻ കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടത് ഹെവി ക്രീമാണ്. ഹെവി ക്രീം ഏകദേശം ഒരു കപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ പാൻ നോക്കി എടുത്തോണം കേട്ടോ. എൻ്റെ ജഡ്ജ്മെൻറ്റ് ഇച്ചിരി തെറ്റിപ്പോയി. അപ്പം നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്